ഇന്ന് 5:30 എഴുന്നേറ്റ് ഇനി നാളെ 6 സാറില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് 6 മണിക്ക് എഴുന്നേറ്റ്, പിന്നെ 5:30 എഴുന്നേറ്റ്, പിന്നെ 3:30 എഴുന്നേറ്റ്, എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ആ യാമങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഓരോ യാമങ്ങളിലും ഓരോ ശക്തികളൊക്കെയാണ് അവിടെ ട്രിഗർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് മൈൻഡിന് ഭയങ്കര പവർ കിട്ടും. അതുകൊണ്ടാണ് പണ്ട് യോഗികളും മുനികളും ഒക്കെ നമ്മളെ ആർഷ സംസ്കാരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ, ഹിന്ദു സംസ്കാരത്തിൽ, സനാതന ധർമ്മത്തിലൊക്കെ നമ്മൾ എവിടെ നോക്കിയാലും ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ഒരു സംഭവം വളരെ പ്രധാനമാണ്. അതിന്നും അങ്ങനെ തന്നെയാണ്. പലരും അത് അറിയില്ല. ഉറങ്ങാനുള്ള ടെൻഡൻസി കൊണ്ട് കൂടുതൽ ഈ വെസ്റ്റേൺ കൾച്ചർ നമ്മളെ വളരെയധികം യൂത്തിനെയൊക്കെ സ്വാധീനിച്ചപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തണുപ്പല്ലേ ആ രാജ്യങ്ങളിലൊക്കെ. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ സമയത്തൊക്കെ എഴുന്നേൽക്കാനും ചെയ്യാനും പറ്റാത്തത് കൊണ്ട് നമ്മളതൊക്കെ കണ്ട് അതിലെ നമ്മുടെ നന്മ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോവുകയാണ്. അവർക്ക് ഉറങ്ങാമെങ്കിൽ നമുക്ക് ഉറങ്ങിയാൽ എന്താന്നുള്ളൊരു ചോദ്യമൊക്കെയാണ് പിള്ളേർ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അറിയില്ല. പറഞ്ഞു കൊടുക്കാൻ ഈ ബ്രഹ്മമുഹൂർത്തം എന്താണ് അതിന്റെ വൈബ്, അത് നമ്മളിൽ എന്ത് സ്വാധീനം ചെയ്യും, അതുകൊണ്ട് നമുക്ക് എന്താകാം എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലായവരൊക്കെ എഴുന്നേക്കും. ആ പവർ മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് ബ്രഹ്മമുഹൂർത്തം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.